പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പഴവർഗ്ഗം, ഏറ്റവും രുചികരമായ ഒരു പഴവർഗ്ഗമാണ് റംബൂട്ടാൻ. അത് വാണിജ്യാടിസ്ഥാനത്തിലും അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ആവശ്യത്തിനും ഇന്ന് ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ പണ്ട് തൊട്ട് തന്നെ കൃഷി ചെയ്തിരുന്നതാണ്. അവിടെ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ പഴവർഗ്ഗം വന്നത്. അപ്പോൾ ഇത് പൂക്കുന്നത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. ഈ സമയത്ത് തന്നെ കർഷകർ ആശങ്കപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ പൂക്കളും കായ്ക്കളും ധാരാളമായി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. റംബൂട്ടാൻ വെറൈറ്റിയിൽ ചിലവ പൂക്കുന്നുണ്ട്, കായ്ക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അത് ആൺപൂക്കൾ മാത്രമുള്ള മരങ്ങളാണ്. അത് തുടർച്ചയായി കായ്ക്കാതിരിക്കുമ്പോൾ നമുക്ക് വെട്ടിമാറ്റലേ രക്ഷയുള്ളൂ. പെൺപൂക്കൾ ധാരാളമായി വേണം, അതുപോലെ തന്നെ ആൺപൂക്കളും വേണം. അപ്പോൾ ഈ പൂക്കളും കായ്ക്കളും കൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, മണ്ണിൽ അമ്ലത്വം കൂടുതലുണ്ടായി, അതുപോലെ തന്നെ ശാസ്ത്രീയമായ വളപ്രയോഗം നമ്മൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ, അതുപോലെ തന്നെ മഴ, അതുപോലെ തന്നെ ശക്തമായ ചൂട്, ഇതിലും കൊഴിഞ്ഞു പോകാം. പ്രധാനമായും കണ്ടെത്തുന്നത് നമ്മളെ ആവശ്യമുള്ള മൂലകങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടൊരു ശാസ്ത്രീയമായ വളപ്രയോഗം റംബൂട്ടാൻ മരത്തിന് എപ്പോഴും ആവശ്യമാണ്. അത് നമ്മൾ പൂക്കളും കായ്ക്കളും ഉണ്ടാകുമ്പോഴല്ല വളപ്രയോഗം ചെയ്യേണ്ടത്, അതിനു മുൻപ് തന്നെ ഏകദേശം ഒരു നവംബർ മാസത്തോടുകൂടി നമുക്ക് NPK വളങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് പൊട്ടാസ്യത്തിൻ്റെ അഭാവം ഈ പൂക്കളും കായ്ക്കളും കൊഴിയാൻ പ്രധാനമായും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മമൂലകമായ ബോറോണിൻ്റെ അഭാവവും. അപ്പോൾ നമ്മൾ പൂക്കളും കായ്ക്കളും ഉണ്ടായതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ പൂക്കളിൽ നമ്മൾ ഒരു ദ്രവരൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന ഒരു വളമാണ്. അത് ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതുപോലെ തന്നെ സോലിബോർ ബോറോൺ ലഭിക്കുന്ന വളമാണ്. അതൊരു 2 ഗ്രാം. അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 10 ഗ്രാമും അതുപോലെ തന്നെ സോലിബോർ 2 ഗ്രാമും 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമ്മൾ പൂക്കളിൽ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ കായ്കൾ ഉണ്ടാകുമ്പോൾ അടിച്ചു കൊടുക്കാം. അതിൻ്റെ തലേദിവസം കടഭാഗത്ത് നല്ല രീതിയിൽ നന കൊടുക്കണം. അതുപോലെ തന്നെ രാവിലെ 8 മണിക്കുള്ളിലാണ് നൽകുന്നത് നല്ലത്. അതുപോലെ പൂക്കുന്നതിന് മുമ്പ് ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കും.